വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാലയിൽ ഒരു ഗ്രില്ല്, ചിക്കൻ ഗ്രില്ല് നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട മസാലകളാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിടാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കാന്താരിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇത്രയും വെളുത്തുള്ളി ഇടണം. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി ഒരു 5-8 വേണം. പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകമാണ്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. ഒരു അരമുറി നാരങ്ങ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഓയിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതേപോലെ നല്ലപോലെ വരയണം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചിക്കനൊക്കെയാണ് നമുക്കറിയാമല്ലോ, ഉള്ളിലേക്ക് ഒട്ടും മസാല കാണത്തില്ല, പുറമേ മാത്രമേ കാണത്തുള്ളൂ. അതെല്ലാം പച്ചയായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് നല്ലപോലെ വരഞ്ഞു കൊടുക്കാം. മാക്സിമം നമുക്ക് നല്ലപോലെ അടുപ്പിച്ച് കുറേ ചിക്കൻ ഇങ്ങനെ വരഞ്ഞിട്ടാൽ നമുക്ക് മസാല അതിൻ്റെ അകത്തെല്ലാം പരട്ടാനായിട്ട് പറ്റും. അപ്പോൾ നല്ലപോലെ നമുക്ക് മസാല ചിക്കൻ്റെ എല്ലായിടത്തും ആകുന്ന പോലെ നമുക്ക് മസാല പരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1.5 മണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം. എയർ ഫ്രയറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് അങ്ങേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡും നമുക്ക് ഇതേപോലെ 20 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്പെഷ്യൽ മസാലയിലുള്ള ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് എയർ ഫ്രയറിൽ. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എയർ ഫ്രയറിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ മസാലയിൽ ഈ ഗ്രില്ല് റെഡിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസ്, മയോണൈസും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം ഈ സ്പെഷ്യൽ മസാലയിലുള്ള ഈ ചിക്കൻ ഗ്രില്ല് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.